പഴമയിലേക്ക് ഒന്ന് മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലേറെയും. പുതിയ തലമുറയ്ക്ക് പഴയകാല ആശയവിനിമയ സംവിധാനത്തിന്റെ ഓർമ്മകൾ പകർന്നു നൽകുകയാണ് കോട്ടയം കുന്നൂന്നിയിൽ നടന്ന ഓണപ്പെരുമ വിളംബര ജാഥ. ഓണം പിടിക്കാൻ വന്നത് അഞ്ചലോട്ടക്കാരനാണ്. രാജഭരണകാലത്തെ അഞ്ചലോട്ടക്കാരൻ മണിയൊച്ചയുമായി എത്തിയപ്പോൾ പുതുതലമുറയ്ക്ക് അത് കൗതുക കാഴ്ചയായി മാറി. യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ വിളംബരത്തിൽ കുന്നൂനി പൊങ്ങലയിൽ വിജയനാണ് അഞ്ചലോട്ടക്കാരന്റെ വേഷത്തിലെത്തിയത്. റിട്ടയർഡ് പോസ്റ്റൽ ജീവനക്കാരനായ വിജയൻ തലയിൽ തപാൽ ചാക്കും കയ്യിൽ മണിവടിയുമായി പഴയകാല അഞ്ചലോട്ടക്കാരന്റെ രൂപം പുനരാവിഷ്കരിച്ചതോടെ കണ്ടുനിന്നവരിലും കൗതുകമായി. പഴയകാലത്ത് കത്തുകളും ഔദ്യോഗിക സന്ദേശങ്ങളും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്ന അഞ്ചലോട്ടക്കാരുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വേറിട്ട കാഴ്ചയായി വിളംബര ജാഥ മാറി. അഞ്ചലോട്ടക്കാരനെ പറ്റിയൊരു കാര്യം പറയുവാണെങ്കിൽ, തിരുവിതാംകൂർ മഹാരാജ എന്ന കാലത്ത് ആ നാട്ടിലുള്ള പ്രജകൾക്ക് കുറേ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ നിയമിച്ചു. ആ ആള് പേരാണ് അഞ്ചലോട്ടക്കാരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് എഴുത്തുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നു, മണിയും കിലുക്കി വിളക്കും രാത്രി കാലങ്ങളിൽ വരെ ഈ എഴുത്ത് കൊണ്ട് കൊടുക്കേണ്ട പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിളക്കും ഈ കുന്തത്തിൽ മണി കുട്ടി കിരുക്കിക്കൊണ്ട് വരുമ്പോൾ നാട്ടുകാരെല്ലാം ഓടി വന്ന് എഴുത്തുകൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭരണകാലത്താണിത്. അത് കാലഘട്ടങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇമ്പിടി പേരുണ്ട്. എൻ്റെയൊക്കെ കാലങ്ങളാണ് കാരണവന്മാരുടെ കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ അത് മാറി തപാൽ മേഖല. ഇപ്പോഴും അതിനെപ്പറ്റി പറയുവാണെങ്കിൽ പിറവം പോസ്റ്റ് ഓഫീസിൽ അഞ്ചൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലെറ്റർ ബോക്സിൽ പാലായിലില്ല, കോട്ടയം പോസ്റ്റ് ഓഫീസിലും അഞ്ചൽ പെട്ടിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റർ ബോക്സ് ഇപ്പോഴും ഉണ്ട് നിലവിൽ. ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ വ്യാപകമായ കാലത്തും പഴയ കാലത്തിന്റെ സാംസ്കാരിക ഓർമ്മകളും പൈതൃകങ്ങളും പുതുതലമുറയിലേക്ക് കൈമാറേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു വിളംബര ജാഥ. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.